2004 ഒരു ചൂടുള്ള ഓഗസ്റ്റ് പ്രഭാതം. ഇന്റർ മിലാൻ ട്രെയിനിങ് ഗ്രൗണ്ട്. ഇറ്റലിയിലെ ഏറ്റവും ഭയക്കപ്പെടുന്ന ഫോർവേഡ്, പ്രതിരോധക്കാർ പേടിച്ചിരുന്ന ഇടത് കാൽ. ലോകം ഒരു പുതിയ ചക്രവർത്തിയെ കാത്തിരുന്ന സമയം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ആ കോൾ എടുത്ത നിമിഷം, ആ ഒറ്റ നിമിഷം ഫുട്ബോളിൻ്റെ ചരിത്രം മാറിപ്പോയി. അഡ്രിയാനോ ലൈറ്റെ റിബേറോ, ലോകം ദ എംപറർ എന്ന് വിളിച്ച മനുഷ്യൻ, റൊണാൾഡോയുടെ യഥാർത്ഥ അവകാശിയാകേണ്ടിയിരുന്ന ഭീകരൻ. പക്ഷേ ആ ഒരു ഫോൺ കോളിന് ശേഷം അദ്ദേഹം ഒരിക്കലും പഴയ അഡ്രിയാനോ ആയില്ല. ഇന്ന് നമ്മൾ ആ കഥ പറയും. ഒരു ഫവേലയിൽ നിന്നും ലോകത്തിൻ്റെ കൊടുമുടിയിലേക്ക്, അവിടെ നിന്നും വീണ്ടും അതേ ഫവേലയിലേക്ക്. ദ എംപററിൻ്റെ പതനം. 1982 ഫെബ്രുവരി 17. റിയോ ഡി ജനീറോ, വില ക്രുസൈറോ. ബ്രസീലിലെ ഏറ്റവും അപകടകരമായ ഫവേലകളിലൊന്ന്. ഇടുങ്ങിയ തെരുവുകൾ, ദാരിദ്ര്യം, വെടിയൊച്ചകൾ, മയക്കുമരുന്ന് കച്ചവടക്കാർ. ഇവിടെയാണ് അഡ്രിയാനോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അൽമീർ ഒരു സാധാരണ തൊഴിലാളി. പക്ഷേ അഡ്രിയാനോയ്ക്ക് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു. ഒരു ഫവേലയിൽ ഒരു കുട്ടിക്ക് രണ്ട് വഴിയേ ഉള്ളൂ: കുറ്റലോകം അല്ലെങ്കിൽ ഫുട്ബോൾ. അഡ്രിയാനോ പന്ത് തിരഞ്ഞെടുത്തു. പന്ത് എന്നും എൻ്റെ കാലിലുണ്ടായിരുന്നു, അത് ദൈവം വച്ചതാണ്. പിന്നീട് അഡ്രിയാനോ പറഞ്ഞ വാക്കുകളാണിത്. ആ കഴിവിൽ കുടുംബം വിശ്വസിച്ചു. ബന്ധുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഫുട്ബോൾ ബൂട്ട്സ് വാങ്ങാൻ പണം പിരിച്ചു. ഓരോ ബൂട്ടും ആ വീട്ടിൽ ഒരു ത്യാഗമായിരുന്നു. 16-ാം വയസ്സിൽ ഫ്ലമംഗോയുടെ സീനിയർ ടീമിൽ അവസരം. 2-ാം മത്സരത്തിൽ തന്നെ ഗോൾ. 18 വയസ്സ്, ബ്രസീൽ ദേശീയ ടീം. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ഫവേല ബോയ് ഉദിക്കുകയായിരുന്നു. 2001 ഇന്റർ മിലാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്ന്. ആ 19 വയസ്സുകാരനിൽ ഭാവി കണ്ടു. അഡ്രിയാനോ ഇറ്റലിയിലേക്ക് പറന്നു. ഒറ്റക്ക്, കുടുംബമില്ലാതെ, ഭാഷ അറിയാതെ. ഒരു ഫവേല ബോയ് യൂറോപ്പിൻ്റെ തിളക്കത്തിനിടയിൽ. ആദ്യ പ്രദർശന മത്സരം റിയൽ മഡ്രിഡിനെതിരെ. പകരക്കാരനായി ഇറങ്ങി. ഫ്രീ കിക്ക് കിട്ടി. സഹകളിക്കാർ സംശയിച്ചു, ഇവന് കൊടുക്കരുത്. പക്ഷേ ക്ലാരൻസ് സീഡോർഫ് മാത്രം പറഞ്ഞു, പോകൂ. അടുത്ത നിമിഷം പന്ത് ടോപ്പ് കോർണറിൽ. സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. പിന്നെ സാൻസിറോ പൊട്ടിത്തെറിച്ചു. ഇറ്റാലിയൻ കമന്റേറ്റർമാർ ഒരേ വാക്ക് വിളിച്ചു: ഇംപെരാതോറെ. ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു ശക്തിയായിരുന്നു. ഡിഫൻഡർമാർ പിന്നിലേക്ക് വീഴുന്നു. ഗോൾ കീപ്പർമാർ നിശ്ചലമാകുന്നു. ഇടതുകാൽ പീരങ്കി പോലെ പൊട്ടുന്നു. നെറ്റുകൾ വിറക്കുന്നു. സാൻസിറോ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. 2004 കോപ്പ അമേരിക്ക, ടോപ്പ് സ്കോറർ. 2005 കോൺഫെഡറേഷൻസ് കപ്പ്, ടോപ്പ് സ്കോറർ. 2004-2005 ബലൻ ഡിയോർ, ടോപ്പ് 10. 2005 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരൻ. 6 അടി 2 ഇഞ്ച്, വേഗം, ശക്തി, സാങ്കേതിക മികവ്. റൊണാൾഡോയുടെ പിൻഗാമി. ലോകം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഇതാണ് ദ എംപറർ. 2004 ഓഗസ്റ്റ് 4 കോപ്പ അമേരിക്ക ജയിച്ച് 9 ദിവസം മാത്രം. അഡ്രിയാനോ ട്രെയിനിങ്ങിൽ. ജീവിതം ഉച്ചിയിൽ. എല്ലാം തികഞ്ഞ സമയം. ഒരു കോൾ വന്നു ബ്രസീലിൽ നിന്ന്. അഡ്രി, അച്ഛൻ മരിച്ചു. ഹൃദയാഘാതം. അൽമീർ. അഡ്രിയാനോയുടെ ലോകം. ജവിയർ സനേറ്റി പിന്നീട് ഓർക്കുന്നു. അദ്ദേഹം ഫോൺ എറിഞ്ഞു. നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി ഇന്നും ഞാൻ മറന്നിട്ടില്ല. അഡ്രിയാനോയ്ക്ക് അച്ഛൻ ഒരു രക്ഷാകവചമായിരുന്നു. ഫവേലയിൽ സുരക്ഷ, ഇറ്റലിയിൽ ആശ്വാസം, ജീവിതത്തിൽ ശക്തി. ആ ശബ്ദം നിലച്ചു. അന്ന് അഡ്രിയാനോയുടെ ഉള്ളിൽ എന്തോ ഒന്ന്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതും മരിച്ചു. അദ്ദേഹം ഇപ്പോഴും ഗോളിട്ടു. 2004 മുതൽ 2005 വരെ സീസണിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ. പക്ഷേ ഉള്ളിൽ അഡ്രിയാനോ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റലിയിൽ ഒറ്റയ്ക്ക്, ദുഃഖത്തോടൊപ്പം, ഉറക്കമില്ലാതെ, മദ്യം. ആ വേദന താൽക്കാലികമായി മരവിപ്പിച്ചു. ഞാൻ എല്ലാ ദിവസവും ലഹരിയിൽ ട്രെയിനിങ്ങിൽ എത്തിയിരുന്നു. പിന്നീട് അഡ്രിയാനോ തുറന്നു പറഞ്ഞു.
6 മുതൽ 2007 വരെ 6 ഗോൾ, സരങ്ങൾ മുടക്കി, വഴക്കുകൾ. 2007 മുതൽ 2008 വരെ 34 ലീഗ് മത്സരങ്ങൾ നഷ്ടമായി. 2007 നവംബർ. ഇന്റർ മിലാൻ അദ്ദേഹത്തെ ബ്രസീലിലേക്ക് തിരിച്ചയച്ചു. റൊണാൾഡോയുടെ സിംഹാസനം ഏറ്റെടുക്കേണ്ടിയിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ പുനരധിവാസ കേന്ദ്രത്തിൽ. 2006, 2007, 2008 അഡ്രിയാനോ ഒരു വിചിത്ര അവാർഡ് ജയിച്ചു. ബിദോൺ ഡോറോ, അർത്ഥം ഗോൾഡൻ ബിൻ. സീസണിലെ ഏറ്റവും മോശം കളിക്കാരന് കൊടുക്കുന്ന അവാർഡ്. ഒരു കാലത്ത് ബലൻ ഡി ഓർ ടോപ്പ് 10-ലുണ്ടായിരുന്ന അതേ അഡ്രിയാനോ ഇപ്പോൾ ഇവിടെ. ഫുട്ബോൾ ചിലപ്പോൾ ക്രൂരമാണ്, പക്ഷേ പ്രശസ്തിയേക്കാൾ ക്രൂരമായത് ദുഃഖമാണ്. 2009 ഫ്ലെമൻഗോ, ജീവിതം തുടങ്ങിയ ക്ലബ്ബ്. അഡ്രിയാനോ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇൻ്റർനാഷണലിനെതിരെ ഹാട്രിക്ക്. ഫ്ലെമൻഗോക്ക് 17 വർഷത്തിനിടയിലെ ആദ്യ ലീഗ് കിരീടം. അഡ്രിയാനോ ടോപ്പ് സ്കോറർ. ഒരു തിരിച്ചുവരവ്, ഒരു തീ. ഞാൻ ദശലക്ഷങ്ങൾ ഉപേക്ഷിച്ചു, പക്ഷേ സന്തോഷം വാമി, അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ സമാധാനം ദീർഘകാലം നിന്നില്ല. റോമ, കൊരിന്ത്യൻസ്, അത്ലറ്റിക്കോ പരനേൻസ്. ചെറിയ കാലഘട്ടങ്ങൾ, പരിക്കുകൾ, അച്ചടക്ക പ്രശ്നങ്ങൾ, ശാരീരിക ക്ഷമത തകർച്ച. 2016 വിരമിക്കൽ. 34 വയസ്സ് മാത്രം. അതിനുശേഷം അഡ്രിയാനോ ലോകത്തിൽ നിന്നകന്നു, ക്യാമറകളിൽ നിന്ന് മറഞ്ഞു. വീണ്ടും വില ക്രുസൈറോ ഫവേല, ഒരു മുറി, ഒരു ഗ്ലാസ്, അയൽക്കാർ. കോടിക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രമായ മനുഷ്യൻ ഇപ്പോൾ ഒരു സാധാരണ ജീവിതത്തിൽ. ഫുട്ബോൾ ചരിത്രത്തിൽ ചില എന്തായേനെ കഥകളുണ്ട്. ജോർജ് ബെസ്റ്റ്, ഗെറിഞ്ച, റൊണാൾഡീനിയോ. പക്ഷേ അഡ്രിയാനോയുടെ കഥ അതിലും വേദനാജനകമാണ്. കാരണം ആ ഫോൺ കോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ബലൻ ഡിയോർ നേടിയേനെ, റൊണാൾഡോയുടെ യഥാർത്ഥ അവകാശിയായേനെ. ജെവിയർ സനേറ്റി പറഞ്ഞു, അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ കഴിവ് അളവറ്റതായിരുന്നു. ഫുട്ബോൾ ലോകം ഒരു ചക്രവർത്തിയെ ഉണ്ടാക്കി, പക്ഷേ ഒരു മനുഷ്യനെ കൈവിട്ടു. അഡ്രിയാനോ പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞു, ഫുട്ബോളിലെ ഏറ്റവും വലിയ നഷ്ടം ഞാനാണ്. ആ വരി ഒരു ഏറ്റുപറച്ചിലാണ്, ഒരു ദുരന്തമാണ്, ഒരു മുന്നറിയിപ്പാണ്. ഒരു ഫോൺ കോൾ, ഒരു അച്ഛൻ്റെ മരണം, ഒരു ജീവിതത്തിൻ്റെ പതനം. അഡ്രിയാനോയുടെ കഥ ഫുട്ബോളിൻ്റെ കഥ മാത്രമല്ല, ഇത് ദുഃഖത്തിൻ്റെ കഥയാണ്, മാനസിക ആരോഗ്യത്തിൻ്റെ കഥയാണ്, ഒരു ഫവേല ബോയ്, ഒരു ലോകത്തിനിടയിൽ ഒറ്റപ്പെട്ടുപോയ കഥയാണ്. ചില ചക്രവർത്തിമാർ തോൽക്കില്ല, അവർ അകത്തുനിന്ന് പതിക്കും. ഈ ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് കഥയാണ് വോൾട്രിക്സ് ഡോക്സിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റിൽ പറയൂ. വോൾട്രിക്സ് ഡോക്സ്, ട്രൂ സ്റ്റോറീസ് അൺകവേർഡ്.